അന്നയുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. വളരെ പ്രയാസം തോന്നുന്ന കാര്യങ്ങളാണ് അവർ ശ്രദ്ധയപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ഒഴിവും കൊടുക്കാതെ ഈ കഴിഞ്ഞ 4 മാസം ഞെക്കിപ്പിഴിയുന്ന നിലയിലേക്ക് അവരുടെ മകളെ ജോലി ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വിഷയം. ഞായറാഴ്ച പോലും, ശനി ഞായർ ശരിക്കും അവധിയാണല്ലോ, ഞായറാഴ്ച പോലും മണിക്കൂറുകളോളം ജോലി ചെയ്യണം. ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. യഥാർത്ഥത്തിൽ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല. അന്നയുടെ അമ്മ പറഞ്ഞതുപോലെ നാളെ ഇതൊരാൾക്ക് ഉണ്ടാകാൻ വേണ്ടി പാടില്ല, നാളെ ഒരു അന്ന ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഇതിനൊക്കെ നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട്. നിയമങ്ങൾ കൂടുതൽ കർക്കശാക്കണം. കോർപ്പറേറ്റ് കമ്പനികൾ, പ്രത്യേകിച്ച് IT മേഖലയിൽ ഉൾപ്പെടെ, അടിമത്തത്തിൻ്റെ കാലത്ത് ആളുകളെ തൊഴിൽ ചെയ്യിക്കുന്നതിനേക്കാൾ ഭയാനകമാകുന്ന നിലയിലേക്ക് തൊഴിൽ ചെയ്യിക്കുകയാണ്, ചൂഷണം ചെയ്യുകയാണ്. സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളകളായി ഇത്തരം IT കമ്പനികൾ മാറിയിരിക്കുകയാണ്. ആ ഡ്രാക്കുളകളെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ്റെ പ്രസ്താവന ഡ്രാക്കുളയുടെ സംരക്ഷകയായി നിർമ്മല സീതാരാമൻ മാറുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. ഇത്തരം മെൻ്റൽ സ്ട്രെസ്സിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് വീട്ടിൽ നിന്നും പഠിപ്പിക്കണമെന്നാണ് ഇന്ത്യയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്ത് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു മന്ത്രി ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അന്വേഷണം നടത്തി ചൂഷണം നടത്തിയ കോർപ്പറേറ്റ് കമ്പനിയെയും നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ അതിലൂടെ നിയമം കൊണ്ടുവരേണ്ട കേന്ദ്ര സർക്കാരിൻ്റെ മറ്റൊരു പ്രതിനിധി ഇത് വീട്ടുകാരുടെ കുഴപ്പമാണെന്ന് തോന്നുന്ന നിലയിലേക്കുള്ള പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള ആളുകളുടെ മരണത്തിൻ്റെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. മെൻ്റൽ സ്ട്രെസ് കാരണം ഇതുപോലെ പ്രത്യേകിച്ച് IT രംഗത്ത് കോർപ്പറേറ്റ് ചൂഷണത്തിൻ്റെ ഭാഗമായി മരണപ്പെടുന്നവരുടെ എണ്ണം നമ്മുടെ രാജ്യത്ത് വർദ്ധിക്കുന്നു. ഇങ്ങനെയുള്ളവരെ ജോലി ചെയ്യിക്കുന്ന മനസ്സ്, ചൂഷണം ചെയ്യുന്ന മനസ്സ്, സാമ്പത്തിക ലാഭം കൊയ്യുന്ന ഡ്രാക്കുളയുടെ മനസ്സാണ്. ഡ്രാക്കുളകളാണ് പറഞ്ഞത്. ഈ ഡ്രാക്കുളകൾക്ക് കുടപിടിക്കുന്ന നിലപാടാണ് നമ്മുടെ രാജ്യത്തെ ധനമന്ത്രിയും എടുത്തിട്ടുള്ളത്. ഡ്രാക്കുളമാരുടെ സ്പോൺസറായി ഇന്ത്യയുടെ ധനമന്ത്രി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ മാപ്പ് പറയണം, പ്രസ്താവന പിൻവലിക്കാൻ തയ്യാറാവണം. വീട്ടുകാരെ കുറ്റപ്പെടുത്തി യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് രക്ഷ നേടാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. കോർപ്പറേറ്റ് കമ്പനികൾക്ക് ദാസ്യവേല ചെയ്യുന്ന നിലപാടിൽ നിന്നും ധനമന്ത്രി പിറകോട്ട് പോകണം. ഇത് നാളെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇതിനൊക്കെ കർക്കശമായ നിയമങ്ങൾ നടപ്പിലാക്കി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ചെയ്യാനുള്ള ഘട്ടങ്ങളിലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കണം. ആ അവകാശം സംരക്ഷിക്കണം. അവർക്ക് വിശ്രമിക്കാനും വിനോദത്തിനും ജോലിക്കുമുള്ള സമയങ്ങൾ, നിയമപരമായ സമയങ്ങൾ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തണം. കൂടുതൽ തൊഴിൽ ചെയ്യാൻ ചിലർ സാധ്യതയാകുന്ന സാഹചര്യം വരുമ്പോൾ അത്തരക്കാരെ പ്രത്യേകം എല്ലാ നിലയിലും സംരക്ഷിക്കാനും പരിശോധിക്കാനും അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉൾപ്പെടെ നൽകാനും തയ്യാറാകുന്ന നിലപാടുകൾ വരണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർക്കശ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ ഈ അന്ന മരണപ്പെട്ടിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ കമ്പനിയിൽ നിന്ന് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവസാനം അന്നയുടെ അമ്മ ഒരു കത്തെഴുതി. ആ കത്ത് പിന്നീട് എഴുതി 1-2 ആഴ്ച കഴിഞ്ഞ് പിന്നീട് കമ്പനിയിൽ നിന്ന് തന്നെ ലീക്കായി പോയതിന് ശേഷമാണ് ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഏറ്റെടുത്ത് സമൂഹത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നീട് അവരൊരു 4 പേര് ഇവിടെ വന്നത്. ഇവരെ കൊണ്ട് ഇങ്ങനെ അമിതമായി ജോലി ചെയ്യിച്ച ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ ഈ നിമിഷം വരെ നടപടി എടുത്തിട്ടില്ല. അവരുടെ മാതാപിതാക്കളുടെ വികാരമാണ്. ഇതുവരെ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതിലൊക്കെ ഗവൺമെൻറ് ഇടപെടണം. കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കണം. നിർമ്മല സീതാരാമനെ പോലെയുള്ള മന്ത്രിമാർ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഡ്രാക്കുളമാരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല.